ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു പത്തിരിയുടെയാണ് കേട്ടോ. അതും ഗോതമ്പ് പൊടി കൊണ്ടിട്ടാണ്. അതിനായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിലേക്ക് ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരട്ടെ. നമ്മൾ എടുക്കുന്ന, അതായത് ഏത് അളവിനാണോ വെള്ളം എടുക്കുന്നത് ആ കപ്പിന് തന്നെ നമ്മൾ ഗോതമ്പ് പൊടി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 3/4 കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ട് വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ ഗോതമ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ സാധാരണ പത്തിരി അരിപ്പൊടി വെച്ച് ഉണ്ടാക്കാറില്ലേ, അതേപോലെ തന്നെ ഒന്ന് മാറ്റി പിടിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. അരിപ്പൊടിക്ക് വരെ അല്പം ഗോതമ്പ് പൊടി ചേർത്തതേ ഉള്ളൂ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. ഒട്ടലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് പകുതി ഒന്ന് കുക്കായി വരും, അതായത് മാവ് പകുതി ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. എപ്പോഴും റൊട്ടിയൊക്കെ കഴിച്ച്, റൊട്ടി ആകുമ്പോൾ കുറച്ച് കട്ടി വരും ഇല്ലേ, ചപ്പാത്തി ആകുമ്പോൾ കുറച്ച് കട്ടിക്ക് വരും. ഇത് നല്ല സോഫ്റ്റാണ്, പത്തിരിയൊക്കെ ആകുമ്പോൾ അങ്ങനെയല്ലേ. അപ്പോൾ ഞാൻ പിന്നെ ടൈലിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചൂട് ആറുന്നതിന് മുൻപ് തന്നെ നമ്മൾ ചെറിയ ചൂടോടുകൂടി തന്നെ ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റുക കേട്ടോ. അല്ലെങ്കിൽ ഈ സൈഡൊക്കെ ഇങ്ങനെ വിണ്ട് കയറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കുറേ ടൈം എടുത്ത് നമ്മളൊന്ന് സോഫ്റ്റാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. എനിക്കധികം ടൈം ഉണ്ടായിരുന്നില്ല, അത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ അതിങ്ങനെ ബോളുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാൻ, നമ്മൾ സാധാരണ പത്തിരിക്ക് പരത്തുന്നത് പോലെ തന്നെ പത്തിരി മേക്കറൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിൽ വെച്ച് പ്രസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഒന്നുമില്ല. നമ്മളുടെ ചപ്പാത്തി പരത്തുന്ന റോളർ വെച്ചിട്ടാണ് ഞാൻ റോൾ ചെയ്തെടുക്കുകയാണ്. നല്ല രീതിയിൽ പരത്തി നല്ല തിന്നാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ബലമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ സൈഡ് ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കറിപ്പാത്രത്തിൻ്റെ ബൗൾ വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. ഈസിയാണ്, വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. വളരെ സോഫ്റ്റാണ്, മുതിർന്നവർക്കൊക്കെ കഴിക്കാം. ഒത്തിരി ഹാർഡൊന്നും അല്ല, നല്ല പത്തിരി എങ്ങനെ കഴിക്കുന്നു, പിന്നെ കുറേ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. അതായത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഓക്കെ, വലിയവർക്കൊക്കെ വയറ് നിറയണമെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ടാക്കേണ്ടി വരും. പിന്നെ നമുക്ക് പത്തിരി കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുമ്പോൾ സമയത്ത് ഇപ്പോൾ അരി കഴിക്കാൻ പറ്റില്ല, അരിപ്പൊടി കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നു. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നോർമൽ വാട്ടറിലല്ലേ വെള്ളം കുഴയ്ക്കുന്നത് അല്ലേ, മാവ് കുഴയ്ക്കാറുള്ളത്, വെള്ളത്തിലിട്ട് കുഴയ്ക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചുള്ള പത്തിരി അങ്ങ് ആയിക്കോട്ടെ അല്ലേ. ഇനിയിപ്പോൾ ഒരു നെയ്പത്തിരി ഉണ്ടാക്കണമെന്ന് എനിക്കുണ്ട്, അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാം. ഇത് അടിപൊളിയായിരുന്നു, നല്ല സംഭവം. ബീഫ് റോസ്റ്റിൻ്റെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഗോതമ്പ് പത്തിരിയുടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയമൊന്നും മെനക്കെട്ടാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മളുടെ പത്തിരികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നവരും ഉണ്ട്. അതായത് കുറച്ചുകൂടി വലുതായിട്ട് പരത്തി കഴിഞ്ഞാൽ അത് ചപ്പാത്തിയായി. ഇപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക, പത്തിരിയാക്കി കേട്ടോ. ഞാനത് മാറ്റുകയാണ്. ഇതിനോട് ഞാൻ സെർവ് ചെയ്യുന്ന നമ്മളുടെ ബീഫ് റോസ്റ്റ് ഇല്ലേ, ബീഫ് റോസ്റ്റിൻ്റെ കൂടെയാണ്. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഈ ബീഫ് കഴിക്കുമ്പോൾ എന്തിനാണ് ഈ സവാള കഴിക്കുന്നത് നിങ്ങൾക്കറിയുമോ? അറിയുന്നവരുണ്ട്, എല്ലാവർക്കും കാണും, എല്ലാവർക്കും അറിയാവുന്നതാണ്. ബീഫൊക്കെ കഴിക്കുന്നത് ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം കൊളസ്ട്രോളിൻ്റെ ലെവലൊക്കെ ഒന്ന് നോർമലാക്കി തരാൻ വേണ്ടി നമുക്ക് ഈ സവാള വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം നമ്മൾ എപ്പോൾ ഈ ഫ്രൈ ചെയ്ത കാര്യങ്ങൾ കഴിച്ചാലും സവാള എപ്പോഴും നമ്മൾ കൂടെ കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, പത്തിരി റെഡി ആയിട്ടുണ്ട്. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ ഗോതമ്പ് പത്തിരിയും ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ. പൈലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങുന്ന പരുവത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് സംഭവം. അടിപൊളിയാണ്. നമ്മളുടെ അരിപ്പത്തിരി ഇല്ലേ, അതുപോലൊക്കെ തന്നെ ഉള്ളൂ സംഭവം. പിന്നെ ഗോതമ്പാണെന്നേ ഉള്ളൂ, നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. അരിപ്പത്തിരിയൊക്കെ ആകുമ്പം ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ ഒരുപാട് അങ്ങ് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും വരെയും ബായ്. ഒരെണ്ണം കഴിച്ചൊന്നും ആവില്ല കേട്ടോ. എന്താ പറയുക, നമുക്കിപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഓക്കെ, ഒരെണ്ണമൊക്കെ വെച്ച് കഴിച്ചാൽ ഓക്കെ ആവും. നമ്മൾക്ക് ഒരു 4-5 എണ്ണമൊക്കെ കഴിക്കുമ്പോൾ തന്നെ റെഡി ആയിക്കോളൂ കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഇപ്പോൾ ഹെവി ആയിട്ടുള്ള ബീഫ് ഫുഡ് ഉള്ളതുകൊണ്ട് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.